ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പ്രൊമോയുടെ ചെറിയൊരു ഡീറ്റെയിൽ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സുധിയുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് സുധിക്കായിട്ട് 2-3 ഡിസൈൻ ചെയ്ത മുട്ട കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് സുധി ഒരു തമാശ രൂപേണ പറയുന്നത് എന്തായാലും കൊള്ളാലോ, അല്ല അസ്ഥിക്കൂടത്തിൻ്റെ ഒക്കെ തലയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന നേരത്ത് ഈ സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട്, ഞാനിന്ന് ഷോറൂം തുറന്ന നേരത്ത് ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരുന്ന ഒരു മുട്ടയാണിത്. അപ്പോൾ എനിക്ക് എന്തൊരു സംശയം തോന്നിക്കൊണ്ട് ഞാൻ സാറിനെ കൊണ്ട് കാണിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം തന്നെയായിട്ട് സുധിയുടെ പാർക്കിലെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് കൂടോത്രം ചെയ്ത മുട്ടയാണ്, ആരോ നിൻ്റെ ഷോറൂം തകർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് സുധി, എന്തായാലും എനിക്കിത് കാണണ്ട, ഞാനിവിടെ നിൽക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓടിപ്പോകുന്ന സമയത്ത് സുധി ഒരു നിമിഷം പതറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സുധി ഇയാളുടെ പിന്നാലെ ചെന്നതിന് ശേഷം പിടിച്ചു നിർത്തിയിട്ട് കാര്യം തിരക്കുന്ന സമയത്ത് ഇതുപോലത്തെ പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുള്ള മുട്ടകൾ അത് ഭയങ്കര പ്രശ്നമാണ്, കൂടോത്രം ചെയ്തിട്ടുള്ള മുട്ടകളാണത്, കണ്ടില്ലേ ഞാനിത് തലയോട്ടി കണ്ടില്ലേ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്ന നേരത്ത് സുധിയും ആകെ പേടിച്ച് വരച്ച് നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ സുധിയുടെ കൂട്ടുകാരൻ പറയുന്നത്, ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണം, എനിക്കറിയാവുന്നൊരു ജോലിസിനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇദ്ദേഹത്തെ പോയി കാണുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇത് കൂടോത്രം ചെയ്ത മുട്ട തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരു പേര് പറയുന്ന സമയത്ത് ചന്ദ്രയുടെ പേര് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ജോലിസ്യൻ പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങളെ കൂടെ കൂടിയിട്ട് വ്രതം എടുത്തതിന് ശേഷം അമ്പലനടയിൽ ചെന്ന് ഞാൻ പറയുന്ന രീതിക്കുള്ള ആചാരങ്ങളെല്ലാം തന്നെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി സമ്മതിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ചന്ദ്രയോടായിട്ട് ഇങ്ങനെ ആചാരങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ആദ്യം മടിച്ച് നിൽക്കണം. കാരണം അമ്പലത്തിൽ പോകണമെങ്കിൽ വ്രതം എടുക്കണം, തനിക്ക് ഇറച്ചിയും മീനും എല്ലാം പറ്റുകയില്ല, മാത്രമല്ല ഈ അമ്പലത്തിൽ ചെന്നിട്ടുള്ള ആചാരങ്ങളെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ തനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികമായതുകൊണ്ട് തന്നെ ചന്ദ്ര ആദ്യം സമ്മതിക്കുന്നില്ല. എന്നാൽ സുധിയുടെ വാശിക്ക് മുന്നിൽ ചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നതിന് ശേഷം ചെയ്യുന്ന ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ ആചാരങ്ങളാണ് കേട്ടോ. ചന്ദ്ര ആകെ നക്ഷത്രം എന്ന രീതിക്ക് അമ്പലത്തിലെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ ക്ഷീണിതനായിട്ട് സുധിയും ചന്ദ്രയെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു സ്റ്റാഫ്, അതായത് മുട്ട കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റാഫ് താക്കോലും മേടിക്കാൻ ടോക്കി വരുന്നത്. ഇദ്ദേഹം സുധിയുടെ കാര്യം താക്കോൽ മേടിച്ചതിന് ശേഷം തിരികെ പോകാനിരിക്കുന്ന സമയത്ത്, സാർ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ എന്താണെന്ന് സുധി ചോദിക്കുന്നു. അന്നേരമാണ് ഇദ്ദേഹം പറയുന്നത്, ആ ഒരു മുട്ട കൂടോത്രം ചെയ്ത മുട്ടയൊന്നുമല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവരും അവരുടെ മോളും മഴ പെയ്ത കാരണം നമ്മുടെ കടയ്ക്ക് മുന്നിൽ കയറി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ആ ചേച്ചി ഓംലേറ്റ് അടിക്കുന്നതിന് വേണ്ടി ഒരു 5 മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ കൊച്ചുമകളുടെ കയ്യിലായിട്ട് ഈ ഒരു മുട്ട കൊടുത്ത നേരത്ത് അവക്കടെ കയ്യിൽ സ്കെച്ച് ഉണ്ടായിരുന്നു. ആ സ്കെച്ച് വെച്ച് പല രൂപങ്ങൾ അവൾ ആ മുട്ടയിൽ വരച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ സാർ ഉദ്ദേശിച്ച കൂടോത്രം ചെയ്ത മുട്ടയൊന്നുമല്ല ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് അവിടെ സച്ചി രേവതിയും അക്ഷയ് ശ്രീകാന്തും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടി ശ്രുതിനെയും കളിയാക്കുന്ന രീതിക്ക് ചിരിച്ചിരിക്കുന്നു. എന്നാൽ അതിലുപരി ദേഷ്യം മടക്കാനാകാൻ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്കാണ് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മണ്ടത്തരം മൂലം എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു സമയത്ത് ശ്രുതി ശരിക്കും ഒരു മണ്ടനെ പോലെ ആവുന്നുണ്ട്. ആ ഒരു മണ്ടത്തരം മൂലം നല്ല പണി കിട്ടാൻ പോകും നമ്മുടെ ചന്ദ്രയ്ക്കാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം വരാതിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.